ഒരു കൊലപാതകം സ്വപ്നം കണ്ടാൽ എന്തായിരിക്കും വ്യാഖ്യാനം? അതും സ്വന്തം മകനെ. സ്വാഭാവികമായിട്ടും നമുക്ക് നല്ല അസ്വസ്ഥത ഉണ്ടാകും രാവിലെ. ഈ സ്വപ്ന വ്യാഖ്യാനം ഓരോരുത്തരും ചോദിച്ചു വരുമ്പം അവരുടെ ഒരു മാനസികാവസ്ഥ ഉണ്ട്. അത് പലപ്പോഴും നമ്മളെ വല്ലാതെ വേദനിപ്പിക്കും. അത് നമുക്ക് അറിയണമെങ്കിൽ നമ്മളതുപോലത്തെ ഒരു സ്വപ്നം കാണണം. അപ്പോൾ നമുക്കതിൻ്റെ ഒരു പ്രയാസം, വിഷമം ഉണ്ടാകുക. കാരണം ഞാൻ അങ്ങനത്തെ ഒരു സ്വപ്നം കണ്ടിട്ട് വല്ലാതെ വേദനിച്ചു പോയി, സങ്കടപ്പെട്ടു. കാരണം നമ്മുടെ മക്കൾ എന്നൊക്കെ പറഞ്ഞാൽ ഓരോരുത്തരുടെയും മക്കൾ എന്ന് പറഞ്ഞാൽ അത്രയും പ്രധാനമായിരിക്കും. പൊന്നുപോലെ ആയിരിക്കും നമ്മളവരെ കൊണ്ടു നടക്കുന്നതും നോക്കി വളർത്തുന്നതും ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ അതിലൊന്നിനെ നമ്മൾ കൊല്ലുക എന്നൊക്കെ പറയും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അസ്വസ്ഥത ഉണ്ടാകും, പ്രയാസം ഉണ്ടാകും, വിഷമം ഉണ്ടാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു വ്യാഖ്യാനം എന്തായിരിക്കുമെന്ന് അറിയാൻ വല്ലാത്തൊരു ആഗ്രഹം ഉണ്ടാകും. സാധാരണഗതിയിൽ അങ്ങനെ ഒന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കുക എന്താണ്, അതുപോലത്തൊന്ന് സംഭവിക്കുമോ എന്നുള്ളത് ചില ആളുകളുടെയൊക്കെ മനസ്സിൽ കുടിയേറിപ്പാർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ടെൻഷൻ കൂടുക ചെയ്യുക. അപ്പോൾ കിതാബിലൊന്ന് നോക്കി മഹാന്മാർ അതിനെ പറ്റിയിട്ട് എന്താ പറഞ്ഞത്, സ്വന്തം മകനെ കൊല്ലുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാൻ അറിയുന്നത് കൊണ്ടും അതിൻ്റെ ഗ്രന്ഥങ്ങൾ നമ്മുടെ കയ്യിലുണ്ടായതുകൊണ്ടും നമുക്ക് നോക്കി നമുക്ക് വിലയിരുത്താൻ പറ്റി. അപ്പോൾ ഇത് മറ്റുള്ളവർ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, കാണുന്നുണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ നമുക്കുണ്ടായൊരു അനുഭവം, നമ്മളതിനക്ക് അനുഭവിച്ചൊരു വല്ലാത്ത ടെൻഷൻ ഇനി അത് മറ്റുള്ളവർക്ക് ഒരിക്കലും ഉണ്ടാവണ്ട എന്ന് വിചാരിച്ചിട്ട് അത് പറയണമെന്ന് തോന്നിയത്. മഹാനായ അബ്ദുൽ ഗനിയുൻ നാബൽസി റഹിമഹുല്ല അവിടുത്തെ തഅ്തീറുൽ അനാം ഫി തഅ്ബീരിൽ മനാം എന്ന് പറയുന്ന കിതാബുണ്ട് സ്വപ്ന വ്യാഖ്യാനത്തിൻ്റെ. അതിൻ്റെ 429 പേജിലൊക്കെ ഇത് വ്യക്തമായിക്കൊണ്ട് പറയുന്നുണ്ട് സ്വന്തം മകനെ സ്വപ്നം കണ്ടാൽ എന്തായിരിക്കും വ്യാഖ്യാനം എന്നുള്ളത്. കൊലപാതകത്തെ പറ്റിയിട്ട് ഒരുപാട് വ്യാഖ്യാനങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ അവിടെ പറയുന്നു വമൻ റഅ അന്നഹു ഖതല വലദുഹു. കണ്ടോ, ഒരാൾ സ്വപ്നം കണ്ടത് സ്വന്തം മോനെ കൊല്ലുന്നതായിട്ടാണ്. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നാല റിസ്ക്കൻ എന്നാണ് അതിൻ്റെ വ്യാഖ്യാനം. ഒരിക്കലും പേടിക്കാൻ മാത്രമുള്ള ഒരു വ്യാഖ്യാനം അവിടെ കൊടുത്തിട്ടില്ല. മകനെ സ്വപ്നം കണ്ടാൽ കേട്ടോ, ഉമ്മയെ കൊല്ലുന്നത് കണ്ടാലും വാപ്പയോ ഒക്കെ വേറെ. നേരെ മറിച്ച് സ്വന്തം മകനെ കൊല്ലുന്നത് കാണുമ്പോഴാണ് ഇങ്ങനെ വ്യാഖ്യാനം. അപ്പോൾ നാല റിസ്ക്കൻ എന്നാണ് അതിൻ്റെ വ്യാഖ്യാനം. നമ്മുടെ റിസ്ക്ക് നമുക്ക് കിട്ടുമെന്നുള്ളത് എന്ന് പറഞ്ഞാൽ ജോലി ഉണ്ടാകും, കൂലിയും വേലയൊക്കെ ഉണ്ടാകും, കുഴപ്പമില്ലാത്ത ഭക്ഷണം കഴിക്കാൻ കഴിയും, മുട്ടില്ലാതെ ജീവിക്കാൻ കഴിയും എന്നൊക്കെ അർത്ഥം വെക്കാൻ പറ്റും. അപ്പോൾ ആ രൂപത്തിൽ. അപ്പോൾ ഒരിക്കലും വ്യാഖ്യാനം പേടിപ്പെടുത്തുന്ന ഒന്നല്ല. ഈ ഒരു വ്യാഖ്യാനം കണ്ടപ്പോഴാണ് സമാധാനമായത്. കാരണം ഇനി കണ്ടതുപോലെ തന്നെയാണ് വരിക, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ നമുക്കനുസരിക്കൂല, പറഞ്ഞത് കേൾക്കൂല, അല്ലെങ്കിൽ അവർ നമ്മളെ ഈ ഭൂമിൻ്റെ മേലെ ഇട്ടുകൊണ്ട് പ്രയാസപ്പെടുത്തും, അല്ലെങ്കിൽ അവർ നമുക്കെതിരാവും. ഇങ്ങനെയൊക്കെ എന്ത് കണ്ടാലും നമുക്കതൊക്കെ ടെൻഷനായിരിക്കും. ഇനി അത് സംഭവിക്കുമോ? അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ എന്ത് ചെയ്യും? അത് വല്ലി എന്ന് പറഞ്ഞാലാണ് വിടാൻ പറ്റുമെന്നില്ലല്ലോ. ചിലപ്പോൾ ചില ആളുകൾക്ക് പ്രത്യേകിച്ച് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ വല്ലാത്ത പ്രയാസ വിഷമം ഉണ്ടാകും. അപ്പോൾ ഏതായാലും അതിൻ്റെ വ്യാഖ്യാനം പറയുന്നിടത്ത് ഇങ്ങനെയാണ് പറയുന്നത് കേട്ടോ. നാല റിസ്ക്കൻ എന്നാണ്. ഒരു നിലക്കും പേടിപ്പെടുത്തുന്ന ഒന്നല്ല.